ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഫിസിക്സിലെ +1 8th ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. 9th ഓൾറെഡി ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ഹയർ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയറിലാണ്, +1 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. എന്താണ് ഗ്രാവിറ്റേഷൻ? ആദ്യം തന്നെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെൻ വി ടോക്ക് അബൌട്ട് ഗ്രാവിറ്റേഷൻ ഓർ ഗ്രാവിറ്റി, ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിംഗ് ഫിനോമിനൻ. എന്താണ് നാച്ചുറലി ഒക്കറിംഗ് ഫിനോമിനൻ ആണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓർ എ ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോഴ്സ് വിച്ച് എക്സിസ്റ്റ് എമംഗ് ഓൾ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പൊ എന്താണ് പറഞ്ഞത്? യൂണിവേഴ്സിനകത്തുള്ള എല്ലാ മെറ്റീരിയൽ ഒബ്ജക്ട്സിന്റെ ഇടയിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന എ കൈൻഡ് ഓഫ് ഫോഴ്സ്, അതാണ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇറ്റ്സ് എ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, അല്ലെ? അങ്ങനെ പറയാം. സോറി, വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഇറ്റ്സ് എ വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു ഫോഴ്സ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. എന്താണ് അതിന്റെ പ്രത്യേകത? യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിന്റെ ഇടയിലും അത് കാണപ്പെടും. മനസ്സിലായോ? മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഏതൊക്കെയുണ്ടോ ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിന്റെ ഇടയിലുള്ള ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണപ്പെടും. തീർന്നില്ല. വെനെവർ വി ത്രോ ആൻ ഒബ്ജക്ട് ടുവേർഡ്സ് ദ സ്കൈ, നമ്മൾ സ്കൈയിലോട്ട് ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്തു, ഇറ്റ് വിൽ ഫോൾ ബാക്ക് ഓൺ ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് തിരിച്ച് ഫോൾ ബാക്ക് ചെയ്യും. അതിനുള്ള കാരണം എന്താണ്? ഈ ഗ്രാവിറ്റേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, എ ബോൾ കംസ് ഡൗൺ വെൻ ത്രോൺ അപ്പ്, മുകളിലോട്ട് എറിഞ്ഞ സമയത്ത് അത് താഴോട്ട് വന്നു. റെയിൻ ഡ്രോപ്സ് ഫോൾ ടുവേർഡ്സ് എ ഗ്രൗണ്ട്. അതുപോലെ പ്ലാനറ്റ്സ് റിവോൾവ് ഇൻ an elliptical orbit around the sun. ഇതെല്ലാം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. മനസ്സിലായപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ക്ലിയർ ആണല്ലോ? വീക്കസ്റ്റ് ഫോഴ്സ് ആണ് നമ്മൾ പഠിക്കും. ഓക്കെ, 4 ഫണ്ടമെന്റൽ ഫോഴ്സിൽ പെട്ട ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ യൂണിവേഴ്സിലുള്ള ഏതൊക്കെ മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഉണ്ടോ അതിലെല്ലാം ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാണും. അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഓക്കെ, പ്ലാനറ്റ്സ് റിവോൾവിംഗ് ഇൻ an elliptical orbit. പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓർബിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ആ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോ പ്ലാനറ്റ്സിന്റെ പ്രത്യേകത, അത് എലിപ്റ്റിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പ്ലാനറ്റ് എലിപ്റ്റിക്കൽ പാത്തിലാണ് എന്ത് ചെയ്യുക? റിവോൾവ് ചെയ്യുക. അതിന് ആ പാത്തിനെ വിളിക്കുന്ന പേരാണ്, സ്പെസിഫിക് പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. റൂദർഫോർഡ് ആണ് അതിനെ കുറിച്ച് പഠിച്ചത്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തു എന്ന് മാത്രം. ഇനി റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് ഓൺ ദ എർത്ത്. അപ്പൊ ഈ റെയിൻ ഡ്രോപ്പ് എല്ലാം താഴോട്ട് ഭൂമിയിലോട്ട് ഫോളോ ചെയ്യാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്താണ്? ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. അതുപോലെ ലീവ്സ് ഫോൾ ഓഫ് ദ ട്രീ, അല്ലെ? ട്രീയിൽ നിന്ന്, മരത്തിൽ നിന്ന് ഇലകൾ താഴോട്ട് വീഴുന്നത് അതും എന്താണ്? നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ്. ദർ ഇസ് എ ഫോഴ്സ് ഡ്യൂ ടു വിച്ച് ഓൾ തിങ്സ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ എർത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ റെയിൻ ഫോളിങ്ങിന്റെ കേസ് ആണെങ്കിലും, അതുപോലെ തന്നെ ലീഫ് ഫോളിങ്ങിന്റെ കേസ് ആണെങ്കിലും, അതുപോലെ തന്നെ പ്ലാനറ്റിന്റെ റെവല്യൂഷൻ ആണെങ്കിലും, എല്ലാ കേസിലും ദർ ഇസ് എ ഫോഴ്സ്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഡ്യൂ ടു വിച്ച്, അതുകൊണ്ട് ഓൾ തിങ്സ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ എർത്ത്. ആ ഫോഴ്സ് കാരണം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ എർത്ത്, എർത്തിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു, അല്ലെ? റെയിൻ ഡ്രോപ്സ് എർത്തിലോട്ട് വരുന്നു, ലീഫ് എർത്തിലോട്ട് വരുന്നു, അല്ലെ? അപ്പൊ എല്ലാം എന്താണ്? എർത്തിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഫോഴ്സ് നോൺ ആസ് ഗ്രാവിറ്റേഷൻ. ആ ഫോഴ്സിനെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓൾ മാസസ്, അല്ലേ? നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ്. ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഓൾ മാസസ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള എല്ലാ മാസീവ് ബോഡീസിന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ത്? ഗ്രാവിറ്റേഷൻ. എസ്പെഷ്യലി, തീർന്നില്ല, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ exerted by the earth on all the bodies near its surface. അതായത് പ്രത്യേകമായി പറയുകയാണെങ്കിൽ എർത്ത് അതിന്റെ സർഫസിലുള്ള, നിയർ ദ സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസിന്റെ തൊട്ട് മുകളിലുള്ള ഒബ്ജക്റ്റുമായിട്ട്, ഏത് ഒബ്ജക്ട്സുമായിട്ട്? മാസീവ് ഒബ്ജക്ട്സുമായിട്ട് കാണിക്കുന്ന ഒരു ഫോഴ്സ്. ആ ഫോഴ്സിനാണ് എന്ത് വിളിക്കുക? ഗ്രാവിറ്റേഷൻ. In this chapter, we will take a look at gravitational force. Gravitational force ne kurichu nammal detail aayittu padikkunnu. Its laws, adinte laws adupole thanne, and we will also study about the planetary motion. Adayathu planetary motion ne kurichuമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഗ്രാവിറ്റേഷണൽ ലോ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ, വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഓക്കെ, നോക്കാം. വി നോ ദാറ്റ്, നമുക്കറിയാം the universal law of gravitation, universally accepted ആയിട്ടുള്ള ഒരു ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ആ ലോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്, വാസ് പുട്ട് ഫോർത്ത് ബൈ സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തത്, ആ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രപ്പോസ് ചെയ്തത് ഇൻ 1687. ഇയേഴ്സ് എന്ന് ഓർമ്മ, ഇയർ എന്ന് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, ആളുടെ പേര് ഓർമ്മ വേണം, സയന്റിസ്റ്റിന്റെ പേര് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ആണ് ആ ലോ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ പ്രപ്പോസ് ചെയ്തത്. It is one of the most important laws of physics. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട one of the most important law ആണെന്ത്, ഗ്രാവിറ്റേഷൻ ലോ. Let us know more about Newton's universal law of gravitation and gravitation concept. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺ ആണല്ലോ അത് പ്രപ്പോസ് ചെയ്തത്, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടും. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം നമുക്ക് പറയാം, the force exerted between two objects, രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് by each other is given by the following relation. രണ്ട് മാസീവ് ബോഡീസിനിടയിൽ, രണ്ട് ഒബ്ജക്ട്സിനിടയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഐഡിയ ആണ് ന്യൂട്ടൺ പ്രൊവൈഡ് ചെയ്തത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ജി. നമ്മൾ നേരത്തെ പഠിച്ചു, രണ്ട് മാസീവ് ബോഡീസ്, ആദ്യത്തെ ബോഡി M1, രണ്ടാമത്തെ ബോഡി M2, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് മാസീവ് ബോഡീസിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിച്ചത്, ഗ്രാവിറ്റേഷൻ, അല്ലെ? ഗ്രാവിറ്റേഷൻ എന്ന് വിളിച്ചു, ആണല്ലോ? ആണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തത്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എനിക്ക് ഡിനോട്ട് ചെയ്യാം എഫ് ജി. ഗ്രാവിറ്റേഷൻ ഈസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ്, അതൊരു ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ജി എന്ന് എഴുതി. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റിന്റെയും മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. എഫ് ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡീസ്. ഇതാ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, M1 M2. അതിന്റെ ഡിസ്റ്റൻസ് R, അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവ തമ്മിൽ പാലിച്ചിരിക്കുന്ന അകലം അതെത്രയാണ്, R ഡിസ്റ്റൻസ് ആണ്. R ഡിസ്റ്റൻസിലാണ് അവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ M1നും M2നും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്. M1ന്റെയും M2ന്റെയും മാസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. തീർന്നില്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം. കണ്ടോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം. ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, ശ്രദ്ധിക്കണേ, ഈ ആർ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, അഥവാ ആ രണ്ട് ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റൻസ്, ആ അകലം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കുറയും, മെഷർമെന്റ് കുറയും, സ്ട്രെങ്ത് കുറയും. മനസ്സിലായോ? അതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം, എഫ് ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമുക്കറിയാം ഫിസിക്സിൽ നമ്മൾ സാധാരണ രീതിയിൽ ഏതൊരു ഇക്വേഷൻ ഫോർമാറ്റിലാക്കണമെങ്കിൽ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഇക്വേഷൻ ഫോർമാറ്റിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, തന്നിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിനെ നമ്മൾ അതിൽ പ്രൊപ്പോർഷണാലിറ്റി സൈനൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഫോർമാറ്റിലാക്കാൻ. ന്യൂട്ടൺ പറഞ്ഞത് പ്രകാരം നമുക്ക് എഴുതാം, ന്യൂട്ടന്റെ തിയറി പ്രകാരം എഫ് ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എഫ് ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ. എന്താണ്? എഫ് ജി ഇസ് ഈക്വൽ ടു
capital G into m1 m2 divided by r square. This is the force of gravitation. Clear ആണോ? അപ്പോൾ ഇവിടെയുള്ള G എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആ G ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുക. അപ്പോൾ ഇതാ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, G is equal to m1 m2 divided by r square. ആ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.674 into 10 raised to, okay, 10 minus അല്ല 10 raised to ആണ്, അത് അവിടെ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് ആണ്, 10 raised to minus 11 ന്യൂട്ടൺ. ഓക്കെ, 6.674 into 10 to the power minus 11. ക്ലിയർ ആണോ? 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, യൂണിറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. G here is an empirical constant of proportionality. അതായത് ഈ പ്രൊപ്പോർഷൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എഫ് ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് വാല്യൂ. ആ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾക്ക് ഇക്വേഷൻ മോഡിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ജി. അതാണ് എംപിരിക്കൽ കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ജി എന്ന് പറയുന്നത് ആ എംപിരിക്കൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ. അതാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നോക്കാം. വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റിംഗ് ഹിയർ ഇസ് ദാറ്റ് ഈവൻ ദോ it is Newton's universal law of gravitation, the value of G was not given by him. അപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് ജി ഇസ് ഈക്വൽ ടു, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ജി, അല്ലെങ്കിൽ ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അത് പ്രൊപ്പോസ് ചെയ്തത്, അതായത് ആ ഒരു റിലേഷൻ പ്രൊപ്പോസ് ചെയ്തത് ന്യൂട്ടൺ ആണെങ്കിലും അതിലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതിലെ ജി വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരല്ല? ന്യൂട്ടൺ അല്ല. മനസ്സിലാവുന്നുണ്ട്? അതിനെ ജി വാല്യൂയെ കുറിച്ച് സ്റ്റഡി ചെയ്ത ആരല്ല? ന്യൂട്ടൺ അല്ല. ക്ലിയർ ആണോ? അതാണ് പറയുന്നത്. ദിസ് വാസ് കാൽക്കുലേറ്റഡ് ബൈ ഹെൻറി കാവൻഡിഷ്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. അത് പ്രത്യേകം മനസ്സിലാക്കണേ. ദിസ് വാസ് ഗിവൺ ബൈ ഹെൻറി കാവൻഡിഷ്. അതായത് കാൽക്കുലേറ്റ് ചെയ്തത്, അതായത് ആ ജി വാല്യൂവിന്റെ, ആ ജി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.674 into 10 raised to minus 11, ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് ഹെൻറി കാവൻഡിഷ് ഇൻ 1798 through a series of experiments. ഒരു സീരീസ് ഓഫ് എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത് കോർ ഓൺ ദ എക്സ്പെരിമെന്റ് ഈസ് ഹൈപ്പോതെസിസ് ടു ഓൾട്ടർ ഇറ്റ്സ് റൊട്ടേഷണൽ ഇനർഷ്യ, ബിക്കോസ് ഓഫ് വിച്ച് ദ വാല്യൂ ഓഫ് ജി ഗിവൺ ഈസ് നോട്ട് ഓൾവേസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഗ്ലോബ്. അതായത് പറയുന്നത്, നിങ്ങൾ അവിടെ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ആ എക്സ്പെരിമെന്റ്, ആ സീരീസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എർത്തിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ത്രൂ ഔട്ട് ദ ഗ്ലോബ്, ത്രൂ ഔട്ട് ദ എർത്തിൽ എന്തല്ല, ആ ജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല, അത് മാറാം, അത് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അനദർ തിയറി റിഗാർഡിംഗ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, വേറൊരു തിയറി കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് സിൻസ് ദ ബിഗ് ബാങ്, then the value of G will keep decreasing. അതായത് അനദർ ഇൻട്രസ്റ്റിംഗ് തിയറി എന്ന് പറയുന്നത് ഈ ജി വാല്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. അതായത് ആ ജി വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇക്വേറ്ററിൽ ഒരു ജി വാല്യൂ കാണും, ഭൂമിയുടെ ഇക്വേറ്ററിൽ അല്ലെ, മധ്യത്തിൽ. പോൾ സൈഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ജി വാല്യൂ ചിലപ്പോൾ മാറാം. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ ജി വാല്യൂ മാറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ഭൂമിയുടെ ഒറിജിൻ തൊട്ട് നമ്മുടെ എർത്തിന്റെ ഒറിജിൻ, എർത്തിന്റെ അല്ല, യൂണിവേഴ്സിന്റെ ഒറിജിൻ തൊട്ട് നമുക്ക് പറയാം. അതായത് എർത്തിൽ മാത്രമല്ല, ഒബ്ജക്ട്സ് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ എർത്തിൽ എന്നാണ് പറഞ്ഞത്, നിങ്ങൾ യൂണിവേഴ്സ് എന്നാക്കി തിരുത്തി മനസ്സിലാക്കണം. യൂണിവേഴ്സിൽ ഏത് സ്ഥലത്ത് രണ്ട് ഒബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ജി വാല്യൂ അത് എന്ത് ചെയ്യും? അത് ഓരോ സ്പേസിലും എന്ത് ചെയ്യാം? മാറാം. മനസ്സിലാവുന്നുണ്ട്? ജി വാല്യൂയുടെ കോൺസ്റ്റന്റ് മാറാം. അപ്പൊ അങ്ങനെ ആ കോൺസ്റ്റന്റ് വാല്യൂ അതേപോലെ കോൺസ്റ്റന്റ് ആയി നിൽക്കണം എന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ജി വാല്യൂ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് സിൻസ് ദ ബിഗ് ബാങ്. ബിഗ് ബാങ് തൊട്ട് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അഥവാ then the value of G will keep decreasing. അപ്പൊ ജി വാല്യൂ ഇത് ബിഗ് ബാങ് തൊട്ട് അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ ഐൻസ്റ്റീൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഓൾസോ കെപ്ലർസ് തേർഡ് ലോ. അതായത് ഈ ജി വാല്യൂ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ജി, അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഗ്രാവിറ്റേഷൻ ലോ, ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ. രണ്ടാമത്തത് ഐൻസ്റ്റീന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി, ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. മൂന്നാമത്തത് കെപ്ലേഴ്സ് ലോ.
കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ജി വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. സാധാരണ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എല്ലാവരും എടുത്ത് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൂടി പഠിക്കണം. എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നോക്കാം. ആക്സലറേഷൻ അറ്റൈൻഡ് ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. ഒരു ഒബ്ജക്റ്റിന് എർത്തിന്റെ ഗ്രാവിറ്റി മുഖേന, അഥവാ ഒരു മാസീവ് ബോഡിക്ക് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മുഖേന അറ്റൈൻ ചെയ്യുന്ന ആക്സലറേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ, ദാറ്റ് ആക്സലറേഷൻ ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. All the objects fall towards the earth because of gravitational pull of the earth. എല്ലാ ഒബ്ജക്റ്റും നമ്മൾ എർത്തിൽ നിന്ന് മുകളിലോട്ട് ത്രോ ചെയ്ത ഏതൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും നമുക്കറിയാം, എർത്തിലോട്ട് തന്നെ ഫോൾ ചെയ്യും. അതിനുള്ള റീസൺ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അഥവാ ഒരു പുള്ളിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ആൻഡ് വെൻ എ ബോഡി ഈസ് ഫോളിംഗ് ഫ്രീലി, ഒരു ബോഡി ഫ്രീലി ഫോളിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ നമ്മളവിടെ മോഷനിനെ സ്ട്രൈറ്റ് ലൈനിന് ഫ്രീ ഫോളിംഗ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ഹാവ് സം വെലോസിറ്റി, അതിന് ഒരു സർട്ടൈൻ വെലോസിറ്റി കാണാം. ആൻഡ് ദെർഫോർ ഇറ്റ് വിൽ അറ്റൈൻ സം ആക്സലറേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു മാസീവ് ബോഡി ഫ്രീ ഫോളിന് വിധേയമാവുകയാണ്. എന്താ ഫ്രീ ഫോൾ? യൂണിഫോം വെലോസിറ്റിയിൽ താഴോട്ട് വീഴുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഫ്രീ ഫോളിന് വിധേയമാവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വിൽ ഹാവ് സം വെലോസിറ്റി ആൻഡ് ദെർഫോർ ഇറ്റ് വിൽ അറ്റൈൻ സം ആക്സലറേഷൻ. അതുകൊണ്ട് അതിന് ഒരു ആക്സലറേഷൻ കാണും. ദിസ് ആക്സലറേഷൻ ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതിൽ നിന്ന് ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യാം, ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫ്രീലി ഫോളിംഗ് നടക്കുകയാണെങ്കിൽ, ഞാൻ ഈ പോയിന്റിന്റെ മൊത്തത്തിലുള്ള കൺക്ലൂഷൻ ആണ് പറയുന്നത്. ഫ്രീലി ഫോളിംഗ് നടക്കുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുകയാണെങ്കിൽ, ഫ്രീലി ഫോളിംഗ് മോഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അറ്റൈൻ ചെയ്യുന്ന, ലഭിക്കുന്ന ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഫ്രീലി ഫോളിംഗിലെ ആക്സലറേഷൻ എന്താ? എ ബിക്കംസ് ജി. ഫ്രീലി ഫോളിംഗിന്റെ കേസിൽ എ ബിക്കംസ് ജി. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതെന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, നോട്ട് എ സ്കേലാർ ക്വാണ്ടിറ്റി. ക്ലിയർ അല്ലേ? സ്കേലാർ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വാല്യൂ ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് ഫോളിംഗ് ഫ്രം എ റോക്ക്. ഒരു റോക്കിന്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴോട്ട് വരുന്നത്. വിൽ ഹാവ് സം വെലോസിറ്റി ബിക്കോസ് ഓഫ് വിച്ച് സം ആക്സലറേഷൻ. അപ്പോൾ കുറച്ച് ആക്സലറേഷൻ കാരണം എന്ത് ചെയ്യുമ്പോൾ താഴോട്ട് ഫോളോ ചെയ്യും. ദിസ് ആക്സലറേഷൻ ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത്. അപ്പോൾ ആ ഒരു ആക്സലറേഷന് കാരണം എർത്ത് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നാണ് വിളിക്കുക. ആ ആക്സലറേഷൻ വിളിക്കുന്ന പേര് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്തെന്താണ്? എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? അതിന്റെ ഇക്വേഷൻ. കൺസിഡർ എനി ഒബ്ജക്റ്റ് ഓഫ് മാസ് എം. എം മാസ് ഉള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. അറ്റ് പോയിന്റ് എ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ ഒരു സർഫസിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് എർത്ത് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അങ്ങനെയാണെങ്കിൽ എർത്തും ആ ബോഡിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു എം. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു എഫ് ഇസ് ഈക്വൽ ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതുപോലെ ഇവിടെ ഒബ്ജക്റ്റിന്റെ മാസ് എം, എർത്തിന്റെ മാസ് എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ഓക്കെ, ആർ ഇ സ്ക്വയർ. അത് ഇക്വേഷൻ നമ്പർ 1. ഇതിനെ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇവിടെ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ഒബ്ജക്റ്റ്, അത് എം, അതിന്റെ മാസ് എം. പിന്നെ അടുത്തത് എർത്ത്. അവ തമ്മിലുള്ള അട്രാക്ഷൻ ആണല്ലോ കണ്ടെത്തുന്നത്, എർത്തും ആ ബോഡിയും. അപ്പോൾ എം ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഇതിൽ ആർ ഇ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ എർത്ത്. ദിസ് സെയിം ആസ് ദ
റേഡിയസ് ഓഫ് എർത്ത്. ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് എർത്ത് എന്ന് പറയുന്നത് ആക്ച്വലി എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് എടുത്തത്. ക്ലിയർ ആണോ? ശരി, അപ്പൊ അങ്ങനെയാണ് നമ്മളത് കണ്ടെത്തുക. ഇനി ന്യൂട്ടൺ സെക്കൻഡിൽ നമുക്കറിയാം F=ma. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചതാണ്. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് F=g(m)(m) ഡിവൈഡഡ് ബൈ RE². ഇത് ഇക്വേഷൻ നമ്പർ 1 എടുത്തു. ഓക്കെ, അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം F=ma. ഓക്കെ, ഇതിന്റെ LHS അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇതിന്റെ LHSഉം സെയിം അല്ലേ? ആണല്ലോ, ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കമ്പയറിംഗ് ദ ഇക്വേഷൻ 1 and 2, 1ഉം 2ഉം കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? G(m)(m) ഡിവൈഡഡ് ബൈ R² ഈസ് സെയിം ആസ് G. ക്ലിയർ ആണോ? അത് ജിക്ക് സിമിലർ ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നമ്മൾ നോക്ക്, ഇത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതുന്ന സമയത്ത് G(m)(m) ഡിവൈഡഡ് ബൈ RE², ഇവിടെ m(a). ഇങ്ങനെയാണ് കമ്പയർ ചെയ്യുക. രണ്ട് സൈഡ് ഇപ്പൊ LHS സെയിം ആയതുകൊണ്ട് കമ്പയർ ചെയ്തു. അപ്പൊ ഇവിടെ ഈ എമ്മും ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Gm/R². A is equal to Gm/RE². അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ A is equal to Gm/RE². ദാറ്റ് ഈസ് G is equal to ഇങ്ങനെ ജനറൽ ഇക്വേഷൻ എഴുതാം Gm/R². ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. നേരത്തെ നമ്മൾ എബോവ് ദ സർഫസ് ഓഫ് എർത്ത് പറഞ്ഞു, ഇനി ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. ടു കാൽക്കുലേറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് എർത്ത് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് സെന്റർ ഓഫ് എർത്ത്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഡെൻസിറ്റി ഓഫ് എർത്ത് അറിയണം. അതിന് വേണ്ടിയിട്ട് ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. ഓക്കെ, ത്രൂ ഔട്ട് ദ ഗ്ലോബ്. ആ ഗ്ലോബ് ഫുള്ളും എന്തായിരിക്കും? ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ദെർഫോർ ഡെൻസിറ്റി ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇങ്ങനെ വലിയ ഇക്വേഷൻ എല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പഠിക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം, ജനറൽ ഇക്വേഷൻ. ഓക്കെ, എർത്തിന്റെ മാസ് me, എർത്തിന്റെ വോളിയം 4/3 πr³. എർത്ത് എന്ന് പറയുന്നത് സ്ഫിയർ അല്ലേ? അപ്പൊ 4/3 πr³ ഈസി അല്ലേ? യെസ്, കിട്ടി. അപ്പൊ അത്രയും കിട്ടി, ഡെൻസിറ്റി കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡ് നോക്കാം. ആസ് എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്. എൻറ്റയർ മാസ് എന്താണ്? എർത്തിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ദെർഫോർ ഡെൻസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് rho is equal to ms divided by, ഓക്കെ, ആ സെന്ററിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ms divided by 4/3 πr³ എന്ന് എഴുതി. ഓക്കെ, കമ്പയറിംഗ് 1 2 1ഉം 2ഉം കമ്പയർ ചെയ്തു. me/ms ചെയ്താൽ RE²/RS² എന്ന് കിട്ടും. സോ RS is equal to RE minus d³ എന്ന് കിട്ടും. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം ദ സെന്റർ. ദെർഫോർ me/ms ചെയ്താൽ RE² minus RD². സോ സെന്ററിലുള്ള ആ മാസ് എന്ന് പറയുന്നത് me into RE minus d³ ഡിവൈഡഡ് ബൈ RE³. അത് നമുക്ക് ഡെറിവേഷൻ ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. അവിടെ ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ആ സെന്ററിൽ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? me into RE minus d³ ഡിവൈഡഡ് ബൈ RE³. മനസ്സിലായോ? സോറി, RC³. ക്ലിയർ അല്ലേ? ശരി, അപ്പൊ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ്, ടു കാൽക്കുലേറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് പോയിന്റ് മാസ് m അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഈ എർത്ത് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു d ഡിസ്റ്റൻസിൽ, അതായത് ഒരു ഡെപ്ത്, താഴോട്ടൊരു ഡെപ്ത്, അതിന്റെ ഡിസ്റ്റൻസ് d, അവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, d ഡെപ്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തണം. അതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം? F is equal to Gm into m ഡിവൈഡഡ് ബൈ RE minus d² ആണല്ലോ നേരത്തെ കണ്ടെത്തിയ ഇക്വേഷൻ, പഠിച്ച ഇക്വേഷൻ. സോ G is equal to എന്ത് എഴുതാം? G is equal to F/m എഴുതാം. F is equal to mg. So G is equal to F is equal to mg. Therefore G is equal to F/m. അങ്ങനെയാണ് G is equal to F/m എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ G is equal to F/m. F ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. Gms ഡിവൈഡഡ് ബൈ RE minus d² അത് കൊടുത്തു.
ക്ലിയർ അല്ലേ? ഓക്കെ, പുട്ടിംഗ് ദ വാല്യൂ ഓഫ് എം എസ് ഫ്രം ഇക്വേഷൻ 3. ഇക്വേഷൻ 3യിൽ നിന്ന് എം എസിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ മൈനസ് ഡി ഓൾ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് ജി ഓഫ് ഡി. ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ അതൊന്ന് മാറ്റി എഴുതാം. ഒരു എർത്തിൽ നിന്ന്, എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിൽ, എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിൽ, ഞാൻ ആ ഫിഗർ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. ഓക്കെ, ഇതാണ് എർത്ത്, കാണുന്നുണ്ടല്ലോ, ഇതാണ് എർത്ത്. എർത്തിന്റെ റേഡിയസ് ആണ് ഇവിടെ നിന്ന് വരച്ചിട്ടുള്ളത്. ഇത് എർത്തിന്റെ റേഡിയസ്, ഇത് എർത്തിന്റെ സർഫസ്, ഇതാണ് എർത്തിന്റെ സർഫസ്. ഓക്കെ, എർത്തിന്റെ സർഫസ് ഞാൻ ഈ വരക്കുന്നതാണ്. ഓക്കെ, ഇതാണ് സർഫസ്. ഈ സർഫസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് താഴെ, ഈ സർഫസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് താഴെ, ഓക്കെ, അത്രയും ഡിസ്റ്റൻസ് താഴെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടെത്തിയത്. സൊല്യൂഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഡെറിവേഷനും ആവശ്യമില്ല, നേരെ ഇക്വേഷൻ പഠിക്കുക. ഡി ഡെപ്തിൽ, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഡി എന്ന് കൊടുത്തത്, കേവലം ജി അല്ല, നമ്മൾ ഫിഗറിൽ കണ്ടെത്തി ഡി ഡെപ്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ, ആർ ഇ അതായത് റേഡിയസ് ഓഫ് എർത്ത്. ക്ലിയർ ആണോ? അങ്ങനെ ചെയ്താൽ മതി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദ സർഫസ് ഓഫ് എർത്ത്. എബവ് ദ സർഫസ് ഓഫ് എർത്ത് നമുക്ക് ഇതുപോലെ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പോയിന്റ് മാസ് എം അറ്റ് എ ഹൈറ്റ് എച്ച്. നേരത്തെ നമ്മൾ ഇപ്പോൾ ഫിഗർ വരച്ചിട്ട് ഡി ഡെപ്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്തി. ഇനി എച്ച് ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്തുന്നു. നോക്കാം. അപ്പോൾ നമ്മൾ എച്ച് ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്തുകയാണ്. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് മാറ്റം വരും അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇവിടെ ആ ഒരു ഫിഗർ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ആ ഫിഗർ പ്രകാരം ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇത് എർത്തിന്റെ സെൻറ്റർ, അതുപോലെ ഇവിടെ ഈ ഒരു പോയിന്റ് കണ്ടോ, സർഫസിൽ നിന്ന് ഒരു മുകളിലൊരു പോയിന്റ്, ആ പോയിന്റിലാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ എത്രയായിരിക്കും, അതിന്റെ വാല്യൂ എത്രയായിരിക്കും, അതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോഴ്സിന്റെ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാണും. അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. F = G m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഒക്കെ നമ്മൾ അറിയാം. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ എർത്ത് വിൽ ബി. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്, അതിന്റെ മാസ് എം എന്നെടുത്താൽ എം ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയായിരിക്കും? F = G m × m ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് സ്ക്വയർ. മനസ്സിലായോ? അതായത് ആ ഹൈറ്റ് കൂടെ എന്ത് ചെയ്യണം? ആ റേഡിയസിന്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഞാൻ ഇക്വേഷൻ ഒന്ന് ഇവിടെ മാറ്റി എഴുതുന്നുണ്ട്. F = G m × ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ, അതായത് എർത്തിന്റെ മാസാണ് ക്യാപിറ്റൽ എം, ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഞാനൊന്ന് മാറ്റി എഴുതിയത് മാത്രം. അപ്പോൾ ആ ഇക്വേഷനാണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അവിടെ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ആർ ഇ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത്, ജി ഓഫ് എച്ച് എന്ന് പറയുന്നത് F/m, ദാറ്റ് ഈസ് GME ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇഫ് എച്ച് വെരി മച്ച് ലെസ് ദാൻ ആർ ഇ, അതായത് ആ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിൽ എടുത്തല്ലോ, ആ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് അത് വെരി മച്ച് ലെസ് ദാൻ ആർ ഇ, അതായത് എർത്തിന്റെ റേഡിയസിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? G of H is equal to G into 1 minus 2h by RE. ആ ഹൈറ്റ് വളരെ ചെറുതാണ് ഏതിനേക്കാൾ? കമ്പയറിംഗ് ടു റേഡിയസ് ഓഫ് എർത്ത്. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h. Okay, from the surface of the earth, G of H is equal to G into 1 minus 2h by RE. Clear alle? Okay. The value of acceleration due to gravity by heart ചെയ്യണേ, ഈ വാല്യൂ by heart ചെയ്യണേ. The value of acceleration due to equation by heart ചെയ്യണം. The value of acceleration due to gravity varies, ഇതാണ് important point, varies on the surface, above the surface and below the surface of the earth. അപ്പോൾ എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിലെ എല്ലാ സർഫസിലും അല്ലെങ്കിൽ എർത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല.
അത് വേരി ചെയ്യുന്നുണ്ട് ഓൺ ദ സർഫസ്, അതിന്റെ സർഫസിന്റെ മുകളിൽ, എബവ് ദ സർഫസ്, ബിലോ ദ സർഫസ്, അതായത് സർഫസിലും സർഫസിന്റെ മുകളിലും താഴെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജിയുടെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് അല്ല, ചെറിയ മാറ്റങ്ങൾ വരാം, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇനേർഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ മാസ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇനേർഷ്യൽ മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ മാസ്. എന്താണ് വ്യത്യാസം നോക്കാം. Inertial mass is a mass parameter giving the inertial resistance. Inertial mass എന്താണ്, അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനേർഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണോ? ഇനേർഷ്യൽ റെസിസ്റ്റൻസ് ടു ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. അപ്പോൾ ഒരു ബോഡിയുടെ ആക്സിലറേഷനിലോട്ട് ഇനേർഷ്യൽ റെസിസ്റ്റൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷനെ കുറക്കുക. അതാണ് ഇനേർഷ്യൽ മാസ് ചെയ്യുന്നത്. വെൻ റെസ്പോണ്ടിങ് ടു ഓൾ ടൈപ്സ് ഓഫ് ദ ഫോഴ്സ്. മനസ്സിലായോ? അതായത് ആ ബോഡി ബാക്കിയുള്ള ഫോഴ്സിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന മാസ്, അതാണ് ഇനേർഷ്യൽ മാസ്. ക്ലിയർ ആണോ? ശരി, അടുത്ത നോക്കാം. ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ മാസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? is determined by the strength of the gravitational force. നമുക്കറിയാം gravitational force F is equal to mg എന്ന് എഴുതി കഴിഞ്ഞാൽ g is equal to f by m എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷണൽ മാസ് എന്താണ്, is determined by the strength of the gravitational force experienced by the body when in the gravitational field. ആ ബോഡി ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്താണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാസ്. മനസ്സിലായോ? ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്താണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാസ്, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ മാസ് നമ്മളിവിടെ കണ്ടെത്തി. ഇനി ഇനേർഷ്യൽ മാസിന്റെയും ഗ്രാവിറ്റേഷണൽ മാസിന്റെയും എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനേർഷ്യൽ മാസിന്റെ എക്സാമ്പിൾ കാണാം. ഇനേർഷ്യൽ മാസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് ദ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇനേർഷ്യ ഓഫ് മാസ്. ക്ലിയർ ആണോ? അതായത് നേരത്തെ രണ്ട് മാസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, എന്താണ് അതിന്റെ ഡിഫറൻസ്, അതായത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇനേർഷ്യൽ മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ മാസ്. അവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ മാസിൽ നിന്ന് ഇനേർഷ്യൽ മാസിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇനേർഷ്യൽ മാസ് ഒരു റെസിസ്റ്റൻസ് മാസ് ആണ്. ഏതിന്? ആക്സിലറേഷന് റെസിസ്റ്റൻസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ആക്സിലറേഷനെ കുറക്കുക എന്നുള്ളതാണ് ഇനേർഷ്യൽ മാസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നുണ്ട് ഇനേർഷ്യൽ റെസിസ്റ്റൻസ് ടു ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. ആക്സിലറേഷൻ ഓഫ് ദ ബോഡിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടി, അതാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? ശരി, ഇനി ന്യൂട്ടൺ ലോ പ്രകാരം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to ma. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to ma. സോ m is equal to f by a. അപ്പോൾ അതിൽ നിന്ന് ഇക്വേഷൻ കിട്ടി, ഇനേർഷ്യൽ മാസിന്റെ ഇക്വേഷൻ കിട്ടി, m is equal to f by a. നേരത്തെ ഗ്രാവിറ്റേഷൻ മാസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, g is equal to f by m എഴുതി, അതുപോലെ തന്നെ. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ മാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ മാസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് ദ ബോഡി ബൈ വെർച്യൂ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ എർത്ത്. നേരത്തെ പറഞ്ഞത് തന്നെ സെന്റൻസിലാക്കിയെന്ന് മാത്രം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം F is equal to gm into m divided by r square ആണ്. രണ്ട് ബോഡീസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ രണ്ട് ബോഡീസിന്റെ മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനെ നമ്മൾ g എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഫോർമാറ്റിൽ എത്തും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ F is equal to gm into m divided by r square. സോ m is equal to fr square divided by gm എന്ന് നമുക്ക് എഴുതാൻ പറ്റും അതിൽ നിന്ന്. ഓക്കെ, സോ F is equal to gm by r square ആയതുകൊണ്ട് m is equal to fr square by gm എന്ന് എഴുതാം. അതിൽ m എന്താണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് f. r എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് എർത്ത് ആണ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. സോ എക്സ്പെരിമെന്റിലി നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ എക്സ്പെരിമെന്റിലി നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഇവിടെ നിന്നും എക്സ്പെരിമെന്റിൽ എന്ത് പ്രൂവ് ചെയ്തു? ഇനേർഷ്യൽ മാസ് is equal to ഗ്രാവിറ്റേഷണൽ മാസ്. ഇനേർഷ്യൽ മാസ് is equal to ഗ്രാവിറ്റേഷണൽ മാസ് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനേർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇനേർഷ്യൽ മാസ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ആക്സലറേഷനോട് കൂടി കിട്ടുന്ന മാസ്, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അഥവാ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്തുള്ള ഒബ്ജക്റ്റിനാണ് ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അടുത്ത കോൺസെപ്റ്റ് ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ശരി, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡ്യൂ ടു ദ വെർച്യൂ ഓഫ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്
നമ്മൾ വർക്ക് എനർജി പവർ പഠിക്കുന്ന സമയത്ത് 6th ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി പവർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു 2 ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്, അത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മോഷൻ കൊണ്ട് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അതേസമയം ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഹൈറ്റ് കൊണ്ട് പൊസിഷൻ കൊണ്ട് അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് കൊണ്ട് കിട്ടുന്ന എനർജിയാണെന്ത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താ? ബൈ ദ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ദ പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂ ടു ദ പൊസിഷൻ കൊണ്ട്, അല്ലെങ്കിൽ ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ ഒബ്ജക്ട്, അല്ലെങ്കിൽ ബൈ ദ ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറൈസിങ് ഔട്ട് ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്ത് മനസ്സിലായി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ട്, ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ അത് കാരണം വരുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് എന്താ വിളിക്കുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിഡർ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിച്ച് ഇസ് അറ്റ് എ പോയിന്റ് പി. അതൊരു പി എന്ന് പറയുന്ന പോയിന്റിലാണ് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്. എബവ് ദ സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ സർഫസിന്റെ മുകളിൽ. വെൻ ഇറ്റ് ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് പൊസിഷൻ ക്യൂ. ക്യൂ എന്ന് പറയുന്ന എർത്തിന്റെ സർഫസിലോട്ട് അത് ഫോളോ ചെയ്യുന്നു. ദ പാർട്ടിക്കിൾ ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ. ആ പാർട്ടിക്കിൾ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം. മനസ്സിലായോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫ്രം പൊസിഷൻ പി ടു ക്യൂ. അതായത് എർത്തിന്റെ സർഫസിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അവിടെ നിന്ന് അനദർ പോയിന്റിലോട്ട്, ക്യൂ എന്ന് പറയുന്ന അനദർ പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പൊസിഷനിൽ ആ ഒബ്ജക്റ്റിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ഉണ്ടാകും. ആ ഫോളോ ചെയ്ത പൊസിഷനിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ഉണ്ടാകും. ഇപ്പൊ ഇങ്ങനെയാണ് പോയിന്റ് എങ്കിൽ, ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈറ്റ് എച്ച്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി കാണും, അതുപോലെ തന്നെ ഇവിടെയും ഒരു പൊട്ടൻഷ്യൽ എനർജി കാണും. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പി ടു ക്യൂ ഈസ് സെയിം ആസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി. അതായത് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫ്രം പൊസിഷൻ പി ടു ക്യൂ. ഈ പോയിന്റ് പിയും ഈ പോയിന്റ് ക്യൂവും ആയിട്ട് എടുത്താൽ പിയിലെയും ക്യൂവിലെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് സെയിം ആസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി. ഇവിടെ നിന്ന്, അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ആ ഒബ്ജക്റ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡൺ, അതിൻ്റെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും ഈ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച്. ഒന്നുകൂടെ പറയാം, ഈ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് പിയിൽ നിന്ന് ക്യൂയിലോട്ട് ഒരു ബോളിനെ, ഒരു ഒബ്ജക്റ്റിനെ, ഒരു മാസീവ് ബോഡിയെ ഡ്രോപ്പ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം, ആ വർക്കിന്റെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതാണ് ആ പോയിന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓൺ ദ ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് മാസ് ഓഫ് ദ ബോഡി, ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. തീർന്നില്ല. ആൻഡ് മാസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ മാസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ കേസ് 1 അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്താണ്? ജി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കൺസിഡർ ആൻ ഒബ്ജക്ട് ഓഫ് മാസ് എം അറ്റ് പോയിന്റ് എ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ ഒരു മാസീവ് ബോഡി ഉണ്ട്, അതിന്റെ മാസ് എം ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ നിന്ന് എർത്തിലോട്ട് അതിനെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കിന്റെ എമൗണ്ട് എത്രയാണോ അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ വർക്ക് എനർജി പവറിൽ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ വർക്ക്. വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് ഫോഴ്സ് ആയിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. കാരണം
എർത്തിലോട്ടാണ് കൊണ്ടുവരേണ്ടത്, എർത്തിലോട്ടാണ് പുള്ളി ചെയ്തത് ഒബ്ജക്റ്റിനെ. അപ്പൊ എർത്തിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ എർത്തിലോട്ട് പുള്ളി ചെയ്യണമെങ്കിൽ ഏത് ഫോഴ്സ് ആണ് അവിടെ വേണ്ടത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എർത്തിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെയാണ് ആ പോയിന്റ് എന്ന് വിചാരിച്ചോ, ആ പാർട്ടിക്കിൾ നിൽക്കുന്ന പോയിന്റ്, അതിന് എർത്തിന്റെ സർഫസിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ആ ഹൈറ്റ് എത്രയാണ്? എച്ച്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? എച്ച് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു എച്ച് എന്ന് എഴുതി കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അതാണ് ഫോഴ്സ്. കാരണം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം ജി. ഓൾറെഡി സ്റ്റഡീഡ് ആണ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എഫിന് പകരം എം ജി കൊടുത്തു. ഓക്കെ, ഇൻറ്റു എച്ച് കൊടുത്താൽ ഡയറക്റ്റ് കിട്ടും. ഇനി അല്ല, നിങ്ങൾക്ക് ആ പറഞ്ഞ തിയറി പ്രകാരം തന്നെ പോകണമെങ്കിൽ ഫൈനൽ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയത്. ഓക്കെ, എം ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ, ബോഡി ഈസ് ബ്രൗട്ട് ഫ്രം പൊസിഷൻ എ ടു ബി. അങ്ങനെ ഫിഗർ പ്രകാരമാണെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പൊ എം ജി എച്ച് ടു മൈനസ് എം ജി എച്ച് വൺ എന്ന് കിട്ടും. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി. മനസ്സിലായോ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കണ്ടെത്തുക? ആ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എം ജി എച്ച് ആണ്. ചേഞ്ച് കണ്ടെത്തണമെങ്കിൽ ഏത് പോയിന്റിൽ നിന്നാണോ കൊണ്ടുവരുന്നത് മൈനസ് എവിടെയാണോ എത്തിയത്. മനസ്സിലായോ? അങ്ങനെയാണ് ചേഞ്ച് കണ്ടെത്തുക. ഓക്കെ, from above equation we can say that the work done in moving the particle is just the difference of potential energy between its final and initial position. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് above equation നമുക്ക് മനസ്സിലായ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ജസ്റ്റ് ദ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് കണ്ടെത്തിയാൽ വർക്ക് ഡൺ കിട്ടും. അതാണ് അവിടെ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇനി കേസ് 2, ജി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ആ കേസിൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് അല്ല. ആദ്യത്തെ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യണം. ഫ്രം ആർ ഇസ് ഈക്വൽ ടു ആർ വൺ ടു ആർ ഇസ് ഈക്വൽ ടു ആർ ടു. അതായത് ആർ വൺ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ആർ ടു എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. അവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആർ ടു ഗ്രേറ്റർ ദാൻ ആർ വൺ. പാർട്ടിക്കിൾ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എത്തുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, അത് ആദ്യത്തെ പൊസിഷനിനേക്കാൾ കൂടുതലാണ്. അലോങ് എ വെർട്ടിക്കൽ പാത്ത്, ഒരു വെർട്ടിക്കൽ പാത്തിന് അലോങ് ആയിട്ട്. ഓക്കെ, വി വിൽ ഗെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു, നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫൈനൽ പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജിയെ വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അതാണ് വി എന്ന് എഴുതിയിട്ടുള്ളത്. വി ഓഫ് ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ആർ ടു, അതായത് അറ്റ് ഫൈനൽ പൊസിഷൻ. ചേഞ്ച് കണ്ടെത്താൻ മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ആർ വൺ. ഓക്കെ ആണല്ലോ? എഴുതി. ഇൻ ജനറൽ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഡിസ്റ്റൻസ് ആർ ഇസ് ഗിവൺ ബൈ, ആർ ഇസ് ഗിവൺ ബൈ എങ്ങനെ എഴുതാം? നമുക്ക് എം ജി എച്ച് എഴുതാം, അല്ലെങ്കിൽ എം ജി ആർ എന്ന് എഴുതാം. വേർ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഡിസ്റ്റൻസ് ആർ. അതുപോലെ അടുത്ത പോയിന്റ് വി സീറോ അല്ലെങ്കിൽ വി നോട്ട്. അറ്റ് ദിസ് പോയിന്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സീറോ. വി നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആകുന്ന പോയിന്റ്. അടുത്ത പോയിന്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഫിനിറ്റി ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഫിനിറ്റി ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ് അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത്. അതായത് ഇവിടെ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിലുള്ളൂ. ഒരു പോയിന്റിലെ യൂണിറ്റ് മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്നതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് മാസ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതുകൂടെ പഠിക്കണേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് മാസ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് മാത്തമാറ്റിക്കലി നമുക്ക് ആ ജിയുടെ വാല്യൂ ഒന്ന് എഴുതാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ. ക്യാപിറ്റൽ ജി ആണ്, ജി എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അതാണ് അതിന്റെ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ കൂടെ ഒന്ന് പഠിച്ചാൽ നല്ലത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലാനറ്ററി മോഷൻ, അതായത് പ്ലാനറ്റ്സിന്റെ മോഷൻ. അറൌണ്ട് ദ സൺ പ്ലാനറ്റ്സ് ഉണ്ട്, നമുക്കറിയാം, കറങ്ങുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ പ്ലാനറ്ററി മോഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. ടോളമി വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹൂ സ്റ്റഡീഡ് പ്ലാനറ്ററി മോഷൻ. ആരാണ്? ടോളമി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട്
പ്ലാനറ്ററി മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്ത സയന്റിസ്റ്റ്. ഹി ഗേവ് ജിയോസെൻട്രിക് മോഡൽ. അദ്ദേഹത്തിന്റെ മോഡലിനെ, പ്ലാനറ്ററി മോഡലിനെ വിളിക്കുന്ന പേരാണ് ജിയോസെൻട്രിക് മോഡൽ. ഹീലിയോസെൻട്രിക്, ജിയോസെൻട്രിക്, അതൊക്കെ പ്ലാനറ്റ്സിന്റെ റെവല്യൂഷന്റെ വ്യത്യസ്ത മോഡലുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യത്തെ മോഡൽ, ആദ്യത്തെ പ്ലാനറ്ററി മോഷന്റെ മോഡലാണ് ജിയോസെൻട്രിക്. മറക്കരുത്, ജിയോസെൻട്രിക്. അത് പ്രപ്പോസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയത് ടോളമി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇറ്റ് മീൻസ് ഓൾ ദ പ്ലാനറ്റ്സ്, അതായത് ജിയോസെൻട്രിക് മോഡലിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇറ്റ് മീൻസ് ഓൾ ദ പ്ലാനറ്റ്സ്, എല്ലാ പ്ലാനറ്റ്സും, സ്റ്റാർസ് ആൻഡ് സൺ റിവോൾവ്, സ്റ്റാർ, സൺ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് അറൌണ്ട് ദ എർത്ത് ആൻഡ് ദ എർത്ത് ഈസ് അറ്റ് ദ സെന്റർ. അത് ശരിയാണെന്നല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതാണ് ജിയോസെൻട്രിക് മോഡലിലെ കോൺസെപ്റ്റ്. അത് റോങ് ആണ് നമുക്കറിയാം, പക്ഷേ ജിയോസെൻട്രിക് മോഡലിലെ കോൺസെപ്റ്റ് ഇതാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ആര്? നമ്മുടെ ടോളമി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ടോളമിയാണ് ആദ്യമായിട്ട് ജിയോസെൻട്രിക് മോഡൽ പ്രപ്പോസ് ചെയ്ത്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് പ്രകാരം അദ്ദേഹം പറയുകയാണ്, ഓൾ ദ പ്ലാനറ്റ്സ്, എല്ലാ പ്ലാനറ്റ്സും, സ്റ്റാർസും അതുപോലെ സണ്ണ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് അറൌണ്ട് എർത്ത്. ഈ എർത്തിന് ചുറ്റുമാണ് യൂണിവേഴ്സിലെ എല്ലാ പ്ലാനറ്റ്സും സ്റ്റാറും എല്ലാം എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്, റിവോൾവ് ചെയ്യുന്നത്. എർത്ത് ഈസ് അറ്റ് ദ സെന്റർ. എർത്താണ് യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് ടോളമി അദ്ദേഹത്തിന്റെ ജിയോസെൻട്രിക് മോഡലിലൂടെ അവതരിപ്പിച്ചു. പക്ഷേ അത് ഡിസ്കാർഡ് ചെയ്തു പോയി, കാരണം എർത്തല്ല സെന്റർ. ഓക്കെ, അടുത്ത മോഡൽ വരുന്നു ഹീലിയോസെൻട്രിക് മോഡൽ. ഓക്കെ, അടുത്ത മോഡൽ വരുന്നതാണ് ഹീലിയോസെൻട്രിക് മോഡൽ. വാസ് പ്രപ്പോസ്ഡ് ബൈ സം ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ്. അപ്പൊ ഇന്ത്യയിലെ ചില ആസ്ട്രോണമേഴ്സ് ആണ് ഫേമസ് ആയിട്ടുള്ള അനദർ മോഡൽ, പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നത്. ആരാണ്? ഹീലിയോസെൻട്രിക് മോഡൽ. ഏത് മോഡലാണ്? ഹീലിയോസെൻട്രിക് മോഡൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അക്കോർഡിംഗ് ടു വിച്ച്, ഹീലിയോസെൻട്രിക് മോഡൽ പ്രകാരം, ഓരോ മോഡലിലെയും കോൺസെപ്റ്റ് പ്രത്യേകം പഠിക്കണം. ഹീലിയോസെൻട്രിക് മോഡൽ പ്രകാരം ഓൾ പ്ലാനറ്റ്സ്, ശ്രദ്ധിക്കണേ, ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ. ഹീലിയോസെൻട്രിക് മോഡൽ എന്താ പറയുന്നത്? എല്ലാ പ്ലാനറ്റ്സും, യൂണിവേഴ്സിനകത്തുള്ള മുഴുവൻ പ്ലാനറ്റ്സും റിവോൾവ് അറൌണ്ട് ദ സൺ, സണ്ണിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഓക്കെ, നിക്കോളാസ് പ്രപ്പോസ്ഡ് കോപ്പർനിക്കസ് മോഡൽ അക്കോർഡിംഗ് ടു വിച്ച് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ സർക്കിൾസ് അറൌണ്ട് ദ സൺ. അപ്പൊ നിക്കോളാസ് എന്ന് പറയുന്ന അനദർ സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു നിക്കോളാസ് കോപ്പർനിക്കസ് മോഡൽ പ്രപ്പോസ് ചെയ്തു. അക്കോർഡിംഗ് ടു വിച്ച് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ സർക്കിൾസ് അറൌണ്ട് ദ സൺ. അപ്പൊ ഹീലിയോസെൻട്രിക് കഴിഞ്ഞ ശേഷം അടുത്ത വന്നതാണ് ഏതാണ്? എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. നിക്കോളാസ് എന്ന് പറയുന്ന കോപ്പർനിക്കസ് മോഡൽ, അതാണ് ആ മോഡലിന്റെ പേര്. അപ്പൊ കോപ്പർനിക്കസ് മോഡൽ പ്രകാരം നമുക്ക് പറയാൻ പറ്റും, എന്താണ് കോപ്പർനിക്കസ് മോഡലിന്റെ തിയറി, എന്താ കോൺസെപ്റ്റ് എന്താ? അക്കോർഡിംഗ് ടു വിച്ച് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ സർക്കിൾസ്, സർക്കിളിലാണ്, ഒരു സർക്കുലാർ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സർക്കുലാർ പാത്തിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഹീലിയോസെൻട്രിക് മോഡലിലും അതുപോലെ തന്നെ കോപ്പർനിക്കസ് മോഡലും സണ്ണിനെയാണ് കേന്ദ്ര ബിന്ദു ആയിട്ട് എടുത്തത്, അല്ലെങ്കിൽ സണ്ണിനെയാണ് സെൻട്രൽ ആയിട്ട് അവര് കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? സണ്ണിനെയാണ് അവര് കേന്ദ്രമായിട്ട് കൺസിഡർ ചെയ്തത്. എന്നാൽ ജിയോസെൻട്രിക് മോഡലിൽ, ടോളമിയുടെ ജിയോസെൻട്രിക് മോഡലിൽ അവിടെ എർത്തായിരുന്നു സെന്റർ. വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഏത് മോഡലിലാണ് എർത്തിനെ സെന്റർ ആക്കി കൺസിഡർ ചെയ്തത്? ജിയോസെൻട്രിക് മോഡലിൽ എർത്ത് സെന്റർ ആണെങ്കിൽ ഹീലിയോസെൻട്രിക്കിലും അതുപോലെ കോപ്പർനിക്കസിന്റെ മോഡലിലും എവിടെയാണ്? അവിടെയെല്ലാം സണ്ണാണ് സെന്റർ, സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. പിന്നെ കോപ്പർനിക്കസിന്റെ മറ്റൊരു പ്രത്യേകത, അവിടെ പ്ലാനറ്റ് കറങ്ങുന്നത് ഏതെങ്കിലും ഒരു പാത്തിലൂടെയല്ല, ഒരു സ്പെസിഫിക് പാത്തിലൂടെയാണ്. ആ പാത്ത് സർക്കുലർ പാത്ത് ആണെന്നാണ് ഇവിടെ നിക്കോളാസ് പറഞ്ഞത്. ഓക്കെ, ശരി. ആഫ്റ്റർ നിക്കോളാസ്, അദ്ദേഹത്തിന് ശേഷം one more scientist named Tycho Brahe did lot of observation on planets. അപ്പോൾ ഈ ടൈക്കോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഒരുപാട് ഒബ്സർവേഷൻസ് നടത്തി. അപ്പൊ അദ്ദേഹവും ചില മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഫൈനലി കെയിം കെപ്ലർ. ഓക്കെ, ജോഹനാസ് കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഹു യൂസ്ഡ്, ഈ നേരത്തെ പറഞ്ഞ ടൈക്കോയുടെയും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ കുറെ ആളുകൾ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ഒബ്സർവേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഹി ഗേവ് കെപ്ലർസ് തേർഡ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അദ്ദേഹം ആര്? കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇനി ഈ ഒരു ലോ ആണ് നമ്മൾ പഠിക്കുക. കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 3 ലോസ്, കെപ്ലർ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, 3 ലോസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലെ തേർഡ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്? തേർഡ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു.